ഞങ്ങൾ ഷോക്കേസ് ചെയ്യുന്നത് കേരളത്തെയാണ്. ഗവൺമെന്റുകൾ വരും പോകും, അതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നതും ഷോക്കേസ് ചെയ്യുന്നത് കേരളത്തെയാണ്. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്? ഞാൻ പറഞ്ഞില്ല, IBM വന്നപ്പോൾ അവര് 2 വർഷം കൊണ്ട് 3000-ഓളം പേർ റിക്രൂട്ട് ചെയ്യുമ്പോൾ രഹസ്യം എന്താണ്? എന്നോട് 100 പേരെന്ന് അവർ പറഞ്ഞ് ഉദ്ഘാടനത്തിൽ. 1ാം വാർഷികത്തിന് ചെന്നപ്പോൾ 1600 പേരായി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ എന്നോട് അന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഞാനൊരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ചെറുപ്പക്കാർ ഈ 1 വർഷത്തിനുള്ളിൽ 2 സക്സസ്ഫുൾ ടൂൾ ഡെവലപ്പ് ചെയ്തു. അതൊന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന AI ടൂളാണ്, മറ്റൊന്ന് ഡെൽറ്റ എയർലൈൻ ഉപയോഗിക്കുന്ന ടൂളാണ്. അത്രയും പൊട്ടൻഷ്യൽ നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട്, മലയാളിക്കുണ്ട്. അതാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് എന്നവർ പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ വളരെ നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 വർഷം കൊണ്ട് തന്നെ നമ്മുടെ കിൻഫ പാർക്ക് നമുക്കിവിടെ പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാകും. ഇപ്പോൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, കൂടുതൽ ലോജിസ്റ്റിക് പാർക്കിൽ വരികയാണ്. അദാനിയുടെ 600+ ഫ്ലിപ്കാർട്ട്, വാൾമാർട്ട് എല്ലാം കൂടി 1000 കോടിയുടെ ലോജിസ്റ്റിക് പാർക്കാണ് എറണാകുളത്ത് HMDയുടെ സ്ഥലത്ത് വരുന്നത്. ലോകത്തിലെ 1ാമത്തെ നമ്പർ ലോജിസ്റ്റിക് കമ്പനിയാണ് പെനറ്റോണി, കാലിഫോർണിയ കേന്ദ്രമായിട്ടുള്ളതാണ്. പെനറ്റോണി 100 ഏക്കറിലാണ് കൊച്ചിയിൽ ലോജിസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ പോകുന്നത്. അങ്കമാലി എയർപോർട്ടിനടുത്ത് പാറക്കടവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഇപ്പോൾ 5.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിഗ്ന, ബാംഗ്ലൂർ ബേസ്ഡ് ലോജിസ്റ്റിക് കമ്പനിയാണ്. അതുപോലെ തന്നെ GTN, പഴയ GTN ഉണ്ടായിരുന്നു, അത് പുതിയ ലോജിസ്റ്റിക് പാർക്കായി വരികയാണ്. അപ്പോൾ നമുക്ക് വലിയ സാധ്യതകളുണ്ട്. എല്ലാവരും ഇനി ഒട്ടും സംശയിക്കേണ്ടതില്ല. പോസിറ്റീവായ കാര്യങ്ങളെല്ലാം നന്നായി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഫെബ്രുവരി 21-22 ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ആണ്.